പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് കോട്ടൂർ വ്ളോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കോട്ടൂരിൽ നിന്നും ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് ഉള്ളിൽ കിടക്കുന്ന ഗ്രാമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ട്രൈബൽ ഗ്രാമങ്ങളെക്കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം വനത്തിനുള്ളിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ആമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോകാം, ഒരു ട്രൈബൽ ഊരിലേക്ക് പോകാം. പക്ഷേ അത് റോഡ് മാർഗം ആമലയിലേക്ക് പോകണമെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 24 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. അപ്പോൾ കോട്ടൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററോളം യാത്രയുണ്ട് വനത്തിനുള്ളിലൂടെ ആമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്ററിലധികം വനത്തിനുള്ളിലാണ് ആമല എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടൂരിൽ നിന്നും ആമല എന്ന് പറയുന്ന ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ക്യാമറ പിടിച്ച് തരാനും അതുപോലെ എന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുമായിട്ട് ഞാൻ വേറൊരു പയ്യനെയും കൂടെ കൂട്ടിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നത് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾ പറയുകയാണ് ശരിയല്ല, ഒറ്റയ്ക്ക് ഞാൻ പോവുകയൊക്കെ ചെയ്യും. പിന്നെ അവനെയും കൂടെ ഒന്ന് വിളിച്ചു. നമ്മുടെ മല്ലു എന്ന് പറയുന്ന നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു പയ്യനെയാണ് ഞാനിന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും അവനും കൂടെയാണ് നമ്മുടെ ഈ ഒരു ആമല എന്ന് പറയുന്ന ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പം കാഴ്ചകളൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഒരു ചെസ്റ്റ് മൗണ്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പരിമിതികളൊക്കെ ഉണ്ടാകും. അപ്പം ഈ കാണുന്ന റോഡ് കണ്ടോ, ഈ ഒരു റോഡ് 12 കിലോമീറ്ററിലധികം നമ്മൾ വനത്തിനുള്ളിലൂടെ ഇന്ന് സഞ്ചരിക്കാൻ പോവുകയാണ് ആമലയിലേക്ക്. അപ്പം ആമലയ്ക്ക് പോകുന്ന വഴികളൊന്നും നമുക്ക് കൃത്യമായിട്ടും അറിയത്തില്ല. ആമല എന്ന് പറയുന്ന ഊര്, അതായത് കോട്ടൂരിൽ നിന്ന് ആൾതാമസമുള്ള സ്ഥലം കണ്ടു കഴിഞ്ഞാൽ 12 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് പിന്നെ അടുത്ത ആൾതാമസമുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഉൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പോകുന്ന വഴികളും ഒക്കെ ഭീകരമായിട്ടുള്ള വഴികളാണ്. കാട്ടാനയും പല മൃഗങ്ങളൊക്കെ അടങ്ങിയതും, അതുപോലെ ഇവിടെ സ്കൂൾ കുട്ടികൾ വരുമ്പോഴൊക്കെ തന്നെ പലപ്പോഴും മൃഗങ്ങളൊക്കെ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കാറുണ്ട്. അതുപോലെ ഊര് നിവാസികൾ വരുമ്പോഴും ഈ ഒരു റോട്ടിലൊക്കെ ആനകളൊക്കെ വന്ന് നിൽക്കാറുണ്ട്. അപ്പം തൊട്ട് അകത്താണ്, ഇവിടെ തൊട്ട് താഴെയാണ് ഈ കാപ്പുകാട് എലിഫൻറ്റ് പാർക്ക് എന്ന് പറയുന്നത്. ഏകദേശം 51 ആനകളെ കൊണ്ടുവന്ന് പാർപ്പിക്കാനുള്ള എലിഫൻറ്റ് പാർക്ക് ഇവിടെയാണ്. അപ്പം ഈ കാണുന്ന വഴികളിലൂടെയാണ് ഞങ്ങൾ ആമലയിലേക്ക് പോകുന്നത്. അപ്പം ആമല യാത്രയും അതുപോലെ ആമല ഊരിലെ വിശേഷങ്ങളും ഒക്കെ നമുക്ക് കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു പയ്യനാണ് ഇന്ന് എൻ്റെ കൂടെ ആമലയിലേക്ക് വരുന്നത്. പേര് പറഞ്ഞോട്. എൻ്റെ പേര് മല്ലു. മല്ലു എന്നാണ് കേട്ടോ പയ്യൻ്റെ പേര്. മല്ലുവും ഞാനും കൂടെയാണ് പോകുന്നത്. മല്ലു എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്നും കൂടെ പറഞ്ഞോട്. ഞാൻ +1 പഠിക്കുന്ന പയ്യനാണ്. അപ്പോൾ ഇന്ന് അവന് അവധിയാണ്, അതുകൊണ്ടാണ് അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ ക്ലാസ്സുള്ള ദിവസമൊന്നും അവനെ അങ്ങനെ വിളിച്ചുകൊണ്ടൊന്നും പോകില്ല. അപ്പോൾ ഇന്ന് ഇവനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പയ്യന്മാർ നമ്മളെ കൂടെ വരാറുണ്ട്. അപ്പം പോകുമ്പോഴും അവന്മാർക്ക് കഴിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ ചേട്ടൻ്റെയാണ്, ഈ കാണുന്ന സ്പ്ലെൻഡർ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ ബാഗുണ്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് കാപ്പുകാട് പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങ് ഇപ്പുറത്താണ്. അപ്പോൾ എന്തായാലും മല്ലു, നമുക്ക് നമ്മുടെ യാത്ര പോയാലോ? അപ്പോൾ സ്പ്ലെൻഡറും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. സ്പ്ലെൻഡറും കൊണ്ട് നമ്മൾ ഓഫ് റോഡ് അടിക്കാൻ പോവുകയാണ് ആമലയിലേക്ക്. അപ്പോൾ മല്ലു പോകാൻ. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഓഫ് റോഡിലൂടെയാണ് നമ്മൾ ആമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, നമ്മൾ പോകുന്ന വഴികളൊക്കെ കണ്ടോ, ഒരുപാട് ദുർഘടം പിടിച്ച വഴിയാണ്. നമുക്കൊന്നും അറിയത്തില്ല വഴികൾ എങ്ങനെയാണെന്നും അതുപോലെ എന്തെങ്കിലും വഴികളിൽ പ്രശ്നമുണ്ടോ എന്നും ഒന്നും അറിയാൻ പറ്റത്തില്ല. കൊടും കാടാണ്. നമ്മൾ കോട്ടൂരിൽ നിന്ന് യാത്ര ചെയ്തിട്ട് ഏകദേശം 2 കിലോമീറ്റർ വരുമ്പോഴേ നമ്മൾ കാപ്പുകാട് എലിഫൻറ്റ് പാർക്കിൻ്റെ അവിടെ എത്തും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ആൾതാമസം ഒന്നുമില്ല. പിന്നെ ഇതുപോലുള്ള ഓഫ് റോഡാണ് 12 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ വളരെ പതിയെയാണ് പോകുന്നത്. ഇങ്ങോട്ട് ഒരു ഇറക്കമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം ചെറിയ കണ്ട അത്രയും ദൂരം നമ്മൾ ഓഫ് റോഡിൽ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ കുറച്ച് കോൺക്രീറ്റ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കോൺക്രീറ്റ്, ഏതോ ഒരു തോടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരേക്കും ഈ റോഡ് ആമല പോകാത്തത് കൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്തൊക്കെയാണെന്ന്. ആമലയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ അവിടെ വന്നപ്പോഴേ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ്. കണ്ട അങ്ങ് ഒരു പാറയും അടിപൊളിയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടിപ്പോൾ നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പോൾ കണ്ട അടിപൊളിയാണ്, ഒരു വെള്ളവും അതുപോലെ പാറയും നല്ല കാടും ഒക്കെ ഉണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് കണ്ട ഇവിടെ അത്യാവശ്യം റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കണ്ട ആ ഒരു പുഴ വരുന്നത്, ഒരു കുഞ്ഞു തോടാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു പുഴയുടെ പേരൊന്നും അറിയത്തില്ല. ഇതാ കണ്ട, ഇതെല്ലാം ഈ കാണുന്ന മരത്തടികളൊക്കെ ഈ മലവെള്ളം കൊണ്ടുവന്നിടുന്നതാണ്.
അപ്പം മഴ അടിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം നല്ല വെള്ളം ഇറങ്ങും. ഇതാ കാണിച്ചു തരാം, താഴോട്ട് കണ്ടോ, താഴോട്ട് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. കണ്ടോ ഒരു പാറ. അപ്പോൾ ഈ ഒരു പുഴ ചെന്ന് മുട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിലാണ് കേട്ടോ ഈ ഒരു പുഴ ചെന്ന് എത്തുന്നത്. അങ്ങനെ നമ്മളെ ആ ഒരു തോട്ടിൽ നിന്ന് നമ്മളൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വഴി തന്നെയാണ്, പക്ഷേ കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് നമ്മളെ വണ്ടി നല്ലതുപോലെ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഈ ഒരു കാട്ടിനകത്തൂടെ. നമുക്ക് നോക്കാം ഈ ഒരു വഴിയിൽ ഇതുവരെയാണ് കോൺക്രീറ്റ് ഉള്ളത്, ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇതുവരെ ഉള്ളായിരുന്നു കേട്ടോ ആ ഒരു കോൺക്രീറ്റ്. അതുവരെ ഉള്ളൂ, പിന്നെയും ഓഫ് റോഡാണ് കേട്ടോ. അപ്പം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള റോഡ് തന്നെയാണ്, എന്നാലും ഗട്ടറുണ്ട്. പെട്ടെന്നൊരു ആശുപത്രി കേസോ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആമലയുള്ളവർക്ക് ഞാൻ സത്യമായിട്ടും പറയാം കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട്. കോട്ടൂർ ടൗണിലേക്കും അതുപോലെ ആശുപത്രിയിലേക്ക് എത്താനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ആമലയുള്ളവർക്ക് വരാനായിട്ട്. ഇതിപ്പോൾ നടുക്ക് റോഡിൻ്റെ ഇതില്ല, അല്ലാതെ രണ്ട് സൈഡിലും ചെറിയ ഇതൊക്കെ ആക്കി ഇട്ടിട്ടുണ്ട്, ചെറിയ കോൺക്രീറ്റ് പോലെ ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ. ആമല പോകുന്ന റോഡിൽ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാ മരത്തിനെയാണ് ഇവിടുത്തെ പൂജയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ പൈസയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഞാനും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോ വിശ്വാസങ്ങളാണ്. വനത്തിനുള്ളിലൊക്കെ ഇങ്ങനെ പോകുമ്പം കാണുന്ന മരങ്ങളെയും അതുപോലെ വനത്തിലെ ഓരോ എന്താണ് പറയേണ്ട മരങ്ങളും കല്ലുകളും ഒക്കെയാണ് വനത്തിലെ ദേവതാ സങ്കല്പങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആദിവാസി വിഭാഗക്കാരായിട്ടുള്ള കാണി വിഭാഗക്കാരും ലോകമെമ്പാടുമുള്ള ആദിവാസി വിഭാഗക്കാരും ഇത്തരത്തിലുള്ള മരങ്ങളെയും പുഴകളെയും അതുപോലെ പുഷ്പത്തെയും കല്ലിനെയും ഒക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇതാ ഇങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ കണ്ട ഇവിടെ ഒരു അടിപൊളി ഒരു പുഴ കേട്ടോ, ഒരു കുഞ്ഞു പുഴയാണ്. അപ്പം പുഴയിൽ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ അവിടെ കൂടെയൊക്കെ പോകുന്നുണ്ട് കണ്ട. അപ്പോൾ ഈ ഒരു പുഴയും കയറിയിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ആമലയിലേക്ക് പോകുന്നത്. അപ്പം വഴി മുന്നോട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പം താഴോട്ട് കണ്ടോ, നമ്മൾ നേരത്തെ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഇതുപോലുള്ളൊരു അടിപൊളി പാറയും നല്ല സ്ഥലവുമാണ് നമ്മൾ താഴെയും കണ്ടത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നപ്പോഴും അതുപോലെ സെയിം ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പം എനിക്കിപ്പം ഈ ഒരു റോഡൊക്കെ കാണുമ്പോൾ നമ്മൾ കോട്ടൂരിൽ നിന്നും പൊത്തോടെന്ന് പറയുന്ന എൻ്റെ ഊരിലേക്ക് പോകുന്ന റോഡുകളെ കാട്ടിയും മനോഹരമായിട്ട് തോന്നുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പം ഞാൻ ആമലയിലേക്ക് റോഡ് മാർഗ്ഗം ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആമലയിലേക്കുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണുന്നതും ആദ്യമായിട്ടാണ്, അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സുഹൃത്തുക്കളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലോ. ഇതൊക്കെ അത്യാവശ്യം കട്ടർ പിടിച്ച തോടാണ് കേട്ടോ. വേറെ അമ്മച്ചി ഇതാ പോകും കണ്ട, തോടിൻ്റെ അവിടെ ചെറിയ കോൺക്രീറ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഇതാ കണ്ട ഓഫ് റോഡാണ്. കുഴപ്പമില്ല, ഓടിച്ച് പോകാനൊന്നും അധികം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സ്പ്ലെൻഡറിൽ ഇത്രയും വലിയൊരു ഓഫ് റോഡ് അടിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മൾ വണ്ടി എന്തെങ്കിലും ചെറിയ ചെറിയ കംപ്ലൈൻ്റ് പറയുകയാണെങ്കിൽ അതൊക്കെ ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഗട്ടറുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആമല ഊരിലുള്ളവർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് കോട്ടൂർ ടൗണിലേക്ക് എത്തുന്നതെന്ന്. എന്താ ഒടുക്കത്തെ ഗട്ടർ ദൈവമേ. അത്രയും ദൂരം നമ്മൾ ഗട്ടർ അടിച്ച് വന്ന കേട്ടോ, അത്രയും ദൂരം ഒരുപാട് ഗട്ടർ അടിച്ച് വന്നതിന് ശേഷം പിന്നെ ഒരു ഇറക്കമാണ് കേട്ടോ. കുഴപ്പമില്ല, ഇവിടെ അധികം ഗട്ടറൊന്നും പറയാനായിട്ടില്ല. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, കോട്ടൂരിൽ നിന്നും ഈ 12 കിലോമീറ്റർ വനത്തിനുള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒറ്റ മനുഷ്യരില്ല. കാരണം ഒറ്റയ്ക്കൊക്കെ ഈ ഒരു വഴിയിലൂടെ പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അടുത്ത് നമ്മളൊരു തോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഒരുപാട് തോടുകളുണ്ട് നമ്മൾ ആമലയിലേക്ക് പോകുമ്പോൾ. ഇപ്പം തന്നെ നമ്മൾ കവർ ചെയ്തത് 4ാമത്തെ തോടാണ് കണ്ടോ, 4ാമത്തെ ഒരു തോടാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു തോടാണ്. അപ്പോൾ ഇനിയിപ്പം തോടിന് മുന്നിലൂടെ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. തോട്ടിൻ്റെ അവിടെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടുനിന്ന് ഇത്രയും ദൂരം നമ്മൾ വന്നതുപോലെ തന്നെ ആയിരിക്കും, ഗട്ടറൊക്കെ ആയിരിക്കും.
അപ്പോൾ ഇത് നമ്മൾ റോങ് സൈഡ് ഓട്ടിക്കുന്നതല്ല, വനത്തിലെ റോഡുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് റോങ് സൈഡ് ഓട്ടിക്കേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടാറിങ് ഒക്കെ ഉള്ള റോഡാണെങ്കിൽ നമ്മൾ ഇടത്തെ സൈഡാണ് പോകേണ്ടത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിലൂടെ നമ്മൾ പോകരുത്. പക്ഷേ വനത്തിലെ റോഡാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലത്തെ സൈഡിലൂടെ ആയിരിക്കും പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ കിടക്കുന്നത്, റോഡ് വൃത്തിയായി കിടക്കുന്നത്. അപ്പോൾ അവിടെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചിരുന്നത് ആ സൈഡ് കുഴിയാണ്. അപ്പം നമ്മൾ റോങ് സൈഡ് ഇങ്ങനെ കയറി പോകേണ്ടതായിട്ട് വരും. അതാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഹാണം കൂടെയൊക്കെ അടിച്ചു കൊടുത്ത് പോകണം ഇങ്ങനെയൊക്കെ വനത്തിനുള്ളിലൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ കേട്ടോ. കോട്ടൂരിൽ നിന്നും പൊത്തോടെന്ന് പറയുന്ന എൻ്റെ ഊരിലേക്ക് പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഊരുകളുണ്ട്. കോട്ടൂരിൽ നിന്ന് 6 കിലോമീറ്റർ മാറി വാലിപ്പാറ എന്ന് പറയുന്ന ഊരുണ്ട്. പിന്നെ അവിടെ നിന്നൊരു 4 കിലോമീറ്റർ മാറി പൊടിയം എന്ന് പറഞ്ഞ ഊരുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കണ്ട, ഇതിപ്പോൾ നമ്മളൊരു 4 കിലോമീറ്ററിലധികം നമ്മൾ കടന്നു. എന്നിട്ടും ഇങ്ങോട്ട് വഴികളിൽ ഒന്നുമില്ല കേട്ടോ, മനുഷ്യനോ ഒന്നുമില്ല. ഇവിടെ അവിടെ ഒരു സാധനം കണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പതറി. കാരണം ആ ഒരു കല്ല്, ഞാൻ ആദ്യമായിട്ട് പറഞ്ഞില്ല, കല്ല് ദൂരെ നിന്ന് കണ്ടപ്പോൾ ആന പോലെ തോന്നി. ഇങ്ങനെ വനത്തിലൂടെയൊക്കെ പോകുമ്പോഴേ ഈ കൊടും വളവുകളൊക്കെ ആണെങ്കിലാണ് ശരിക്കും പ്രശ്നം. ഈ ആനയും അങ്ങനത്തെ മൃഗങ്ങളൊന്നും വന്ന് ഈ വളവിലൊന്നും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഒടുക്കത്തെ കട്ടറാണ് കേട്ടോ. ഇവിടെ ഇത്രയും ദൂരം നമ്മൾ വന്ന വഴിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ നമ്മൾ വന്നിട്ടുണ്ട്. വണ്ടിയിൽ ഇന്ന് ഞാൻ ശരിക്കും പെട്രോളും അടിച്ചില്ല. ഇനിയിപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ആവുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ്. നമുക്കെന്തായാലും മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെയാണ്. നമ്മളെന്തായാലും പുറകോട്ട് പോകുന്നില്ല. എന്തായാലും നമുക്ക് ആമലയിൽ എത്തണം. ഇവിടെ കുറച്ച് നിരപ്പായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ. കണ്ട ഇങ്ങനെയുള്ള വളവുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഒരെന്ത് നിന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല വളവുകളിൽ. ഇവിടെയൊക്കെ മോശം തന്നെ കേട്ടോ, റോഡ് വളരെ മോശമായി കിടക്കുകയാണ് ഇവിടെയെല്ലാം. ഇതിപ്പം കണ്ട ഇവിടെ ഈ ഒരു ചെറിയ തോടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 5ാമത്തെ അരുവിയാണ് നമ്മൾ കാണുന്നത്. 5ാമത്തെ കുഞ്ഞരുവിയാണ് നമ്മൾ ഇപ്പം ആ സൈഡിൽ കണ്ടത് കേട്ടോ. ആ കുഞ്ഞു പുഴയുടെ അവിടെ നിന്ന് നമ്മൾ നേരെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും കേട്ടോ, നല്ല ധൈര്യമുള്ളവർക്ക് മാത്രമേ ആമല റൂട്ടിലൂടെയൊക്കെ ഒറ്റയ്ക്ക് ഈ ഒരു വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് ഊരിലെത്താൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ദൂരവും ഉണ്ട്, അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള ഏരിയയും കൂടിയാണ് ആമല എന്ന് പറയുന്നത്. ഈ റോഡ് ഇത്ര വളഞ്ഞും തിരിഞ്ഞും പോകാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു വളവിനൊക്കെ തൊട്ട് താഴെയായിട്ട് വരും കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ. അപ്പം ഈ ഒരു ഡാമിൻ്റെ റിസർവോയർ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു റോഡ് വെട്ടിയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡാമിൻ്റെ ഓരോ കോണും നമ്മൾ പോയി ആണ് നമ്മൾ ആമലയിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്ത് എത്തിയിട്ടില്ല. മറ്റി എന്തായാലും കഷ്ടക്കുഴി കേട്ടോ. എന്തൊരു തട്ടി കേട്ടോ അടിയിൽ വണ്ടിയുടെ. എന്തിനാണ് ഫുഡ് റെസ്റ്റ്. ആ സൈഡ് കണ്ട അവിടെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് ആ സൈഡ്. അപ്പോൾ നമ്മൾ ഇടത്തെ സൈഡിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇതിലേ നമ്മൾ പോകുമ്പോൾ ഇടത്തെ സൈഡാണ് നമ്മൾ ഇവിടെ നിന്ന് ഓട്ടിച്ച് പോകുന്നവർ ഇടത്തെ സൈഡിൽ നിന്ന് ഓട്ടിക്കേണ്ടത്. പക്ഷേ ഈ ഒരു റോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അധികം വെളിയായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഫുള്ള് ഈ മരക്കാടിനിടയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അധികം വെയിലൊന്നും അടിക്കില്ല. വെയിലടിക്കുന്നേ ഇല്ല. നമ്മൾ പോകുന്ന വഴിയുണ്ട് ഫുള്ള് തണുപ്പാണ്. ഇനി ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ഏകദേശം ഒരു 4 കിലോമീറ്ററിലധികം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നു. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ടും നമ്മളൊരു ഇതുപോലും കണ്ടിട്ടില്ല കേട്ടോ. ഈ വെയിൽ നല്ലവണ്ണം അടിക്കുന്ന സ്ഥലങ്ങളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കണ്ട പോയത് അത് നമ്മുടെ കൊമ്പ എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പോൾ കൊമ്പ സെറ്റിൽമെൻറ്റിലുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ് അവർ ഇപ്പോൾ ആ ഒരു ബൈക്കിൽ പോയത്. അപ്പോൾ അവരൊക്കെ നിരന്തരമായിട്ട് കോട്ടൂരൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് വഴികളൊക്കെ കൃത്യമായിട്ട് അറിയാം. ആനപ്പാറകളുള്ള ഏരിയ എവിടെയാണ് അതെല്ലാം അവർക്ക് കൃത്യമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഈ ഒരു കാട്ടിലൂടെ പോകുമ്പോഴേ വണ്ടി എന്തെങ്കിലും പണിയോ അങ്ങനെ എന്തെങ്കിലും വന്നാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. പെട്ടുപോകും കേട്ടോ. ഒറ്റ മനുഷ്യയില്ല. അഥവാ ആമലയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഉണ്ടെന്ന് പറയാം. അല്ലാതെ
പെട്ടുപോകും നമ്മൾ. പിന്നെ അതും ആനയൊക്കെ ഉള്ള സമയം കൂടിയാണെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടുങ്ങി വിറയ്ക്കും. എനിക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഒരാളും കൂടി ഉണ്ടെങ്കിലേ കുഴപ്പമില്ല. ആദ്യമായിട്ട് പോകണമുണ്ടേ. അപ്പോൾ ഒരു കുത്ത് ഇറക്കമെന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പം ഇറക്കമാകുമ്പോഴേ നമ്മൾ തേരിയിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അത്യാവശ്യം ബ്രേക്കും ക്ലച്ചൊക്കെ ഒരു മീഡിയം കണക്കിന് പിടിച്ചിട്ട് നമ്മൾ വണ്ടി ഇറക്കണം. അല്ലാതെ ടാപ്പ് ഗിയറിലൊന്നും കൊണ്ട് തേരിയിലൊന്നും ഇറങ്ങി വരരുത് കേട്ടോ. ഇതുപോലുള്ള കട്ടറാണെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പതിയെ ക്ലച്ച് ഒരു മീഡിയം ഒരു 3/4% ക്ലച്ച് പിടിച്ച്, പിന്നെ നല്ല തേരിയാണെങ്കിൽ ഫുൾ ക്ലച്ച് ഇട്ട് നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങി പോരാൻ പറ്റും കേട്ടോ. ഒടുക്കത്തെ ഇറക്കമാണ് കേട്ടോ. കണ്ട പോലെയല്ല കേട്ടാ മല്ലു, കണ്ട പോലെയല്ലടാ, ഏറ്റ ഇറക്കോടാ തള്ളേ. പക്ഷെ വീഴാതെ നോക്കേണ്ടത് ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്വമാണ് അല്ലേ? വീഴൂല. നമ്മളിവിടെ കൊണ്ട് തള്ളിയിടുമെന്ന് തോന്നണുണ്ടോ? കണ്ട, ഇത് ഏതോ വർഷം മുമ്പ് കോൺക്രീറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം മൊത്തം ഇളകി കിടക്കുകയാണ് കേട്ടോ. അപ്പം ഇതുപോലുള്ള ഊരുകളിലേക്കുള്ള റോഡുകളൊക്കെ മാക്സിമം കാണുന്ന ഏതെങ്കിലും MLA ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അല്ലാതെ ബുദ്ധിമുട്ടിയെന്ന് ഇതുപോലെയുള്ള ഊരുകളിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെയും നമ്മളിതാ ഒരു തോട്ടിലെത്തി. ഇതാണ്ട ചെറിയൊരു പുഴ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പുഴ കേട്ടോ. അതാ കണ്ട, അടിപൊളി ഒരു പുഴയാണ് കണ്ട. ഇവിടെ നിന്ന് ഇത് പോണത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിലേക്ക് തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടത് 7ാമത്തെ കുഞ്ഞ് പുഴയാണ്. ഇതാ കണ്ടോ, ഇതിൽ മീനൊക്കെ ഇവിടെ മീനൊക്കെ കിടക്കുന്നുണ്ട് കണ്ട. കുറേ മീൻ കിടക്കണ്ടാ കണ്ടോ, അടിപൊളി കേട്ടോ കാണാനൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ 7ാമത്തെ ഒരു പുഴയിലാണ്. അപ്പം ഞങ്ങളെ റോട്ടിലേക്ക് പോകുന്നത് പോലെയല്ല, ഇടയ്ക്കിടയ്ക്ക് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള തോടുകളിലൊക്കെ വന്നിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ വിചാരിച്ചത് കോട്ടൂരിൽ നിന്ന് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആമല പോയാലേ വെള്ളം കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു ആമലയിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആരും തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ആമലയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തോടുകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റോഡും ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ കാണുന്ന മുന്നിലൂടെയുള്ള വഴിയിലൂടെയാണ് ഇനിയുള്ള യാത്രയെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അടിപൊളി കേട്ടോ. വേണ്ട, ഇവിടെ നിന്നാണ് ഒരു പുഴ വരുന്നത്. അപ്പം ഫുള്ള് പുഴകളുടെ ബഹളമാണ് കേട്ടോ ആമലയിലേക്ക് പോകുന്ന ഈ ഒരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു തോടുണ്ടല്ലോ, നമ്മൾ കണ്ട 7ാമത്തെ പുഴയും കയറിയിട്ട് നമ്മൾ ആമലയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു ഭയങ്കര കട്ടർ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ, ഭയങ്കര കട്ടറാണ്. ഗട്ടറാകുമ്പോൾ നമ്മളെ സൂക്ഷിച്ച് തന്നെ വണ്ടി ഓടിക്കണം. അപ്പോൾ അടുത്ത തോടെത്തിയതാ 8ാമത്തെ തോട്. ഇതാ ഈ കാണുന്നുണ്ട്, ഇതൊരു തോടാണ്, അത് 8ാമത്തെ തോട് കേട്ടോ. തേരിയും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കയറ്റം കേട്ടോ ചിലയിടത്തൊക്കെ ഉള്ളത്. പക്ഷെ ചിലയിടത്ത് നമുക്ക് കുഴപ്പമില്ല. ഇതാ അവിടെ മൊത്തം ചെളി. അപ്പോൾ അവിടെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത് ഒരു കുത്തിറക്കം കേട്ടോ. അപ്പോൾ വേനലാകുമ്പം കുഴപ്പമില്ല, ഈ മണ്ണൊക്കെ മാറി നല്ല ഉണങ്ങിക്കിടക്കും. മഴയാകുമ്പോൾ ഇതെല്ലാം ചെളിയായിട്ട് മാറും. അപ്പോൾ ഈ ബൈക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ വലിയ വണ്ടികൾ അല്ലെങ്കിൽ ആമല ഊരിലുള്ളവർ വീടോ അങ്ങനത്തെ എന്തെങ്കിലും സൗകര്യങ്ങൾ, വീട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തായാലും വനത്തിനകത്തുനിന്ന് കിട്ടത്തില്ല. കമ്പിയായാലും സിമൻ്റ് ആയാലും മറ്റ് മെറ്റൽ സംവിധാനങ്ങളായാലും. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്ന ലോറികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവരാനായിട്ട്. എനിക്ക് തോന്നുന്നു 6000-ലധികം രൂപയോളം ആകുമെന്നാണ് തോന്നുന്നത് ഈ ആമലയിലേക്ക് പോകുമ്പോൾ ഉള്ള വണ്ടിയുടെ കൂലി എന്ന് പറയുന്നത്. ഞങ്ങളവിടെ വരുന്നത് തന്നെ 6000 രൂപയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കൊന്നും അത്രയ്ക്ക് ആയിരിക്കത്തില്ല കേട്ടോ. ഫുള്ള് വളവുകളും തിരിവുകളുമാണ് കേട്ടോ ആമലയിലേക്ക് പോകുന്ന വഴിയിൽ. ഒന്നും പറയാനില്ല, ഫുള്ളും വളവുകളും തിരിവുകളും അതുപോലെ ഇരുണ്ട കാടുകളും ഒക്കെയാണ്. ചേട്ടൻ വണ്ടി തന്നുകൊണ്ടാണ് കേട്ടോ നമുക്കിപ്പോൾ ആമല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വേറൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പോകാൻ പറ്റില്ല, അതിപ്പോൾ കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചേട്ടൻ ഇപ്പം വേറൊരു സ്ഥലത്ത് പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒരു വണ്ടി എനിക്ക് തന്നിട്ട് പോയി.
ഇപ്പോൾ സ്പ്ലെൻഡറാണ്. സ്പ്ലെൻഡറിൻ്റെ പവർ കണ്ട, ഓഫ് റോഡൊക്കെ അടിച്ച് പോകണണ്ട. മേളിൽ സൈഡാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും ബൈക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഈ താഴത്തെ ഇതിലേ അങ്ങനെ കൊണ്ടുപോകണ്ട, ഇതിലേ അങ്ങനെ ബൈക്ക് കൊണ്ട് പോകില്ല ആരും. ഓ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴിയിലെ കൂടുതലും ഈ കൈത്തോടുകളാണ്. നമ്മൾ 8ാമത്തെ തോട് നമ്മൾ എണ്ണിയാട്ടെ, 8ാമത്തെ തോട് എണ്ണി അടുത്തത് ഈ കാണുന്നുണ്ട. ഇതൊരു ചെളിയുടെ സൈഡിൽ നിന്നൊക്കെയാണ് കേട്ടോ വരുന്നത്. അതിനകത്ത് 2 തോട് വന്നിട്ട് ഒരു തോട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതും ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇത് 9ാമത്തെ അല്ലേ? അപ്പോൾ 9, 8 9 തന്നെ, 9 ആണെന്ന് തോന്നുന്നു. 9 അല്ലെങ്കിൽ 8. പണിവാളി കേട്ടോ. മച്ചി പണിവാളി. ഇപ്പം നമ്മൾ ഭയങ്കരപ്പെട്ടൊരു ഗട്ടർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ ഇവിടെ കാല് വെച്ചൊക്കെയാണ് കയറുന്നത്, അല്ലാതെ പറ്റുന്നില്ല. ഇത് വണ്ടി ഇങ്ങനെ തെന്നി മാറി പോകുന്നുണ്ട്. പിന്നെ നടുവഴിയിലാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പെട്രോളും കുറവാണ്. ചിലയിടത്തൊക്കെ നല്ല നൂന്ന റോഡാണ്, ചിലയിടത്തൊക്കെ ഫുള്ള് ഗട്ടറും ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ജീപ്പാണ് പ്രധാനമായിട്ടും ആമലയിലുള്ളവർ വരുന്നത്, കോട്ടൂരിലൊക്കെ വരുന്നത്. ആമലയുള്ളവർ ഏറ്റവും കൂടുതലും ജീപ്പ് മാർഗ്ഗമാണ് കോട്ടൂരിലേക്ക് എത്തുന്നത്. ഇവിടെ വന്നപ്പോഴേ താഴെ എന്തോ വെള്ളത്തിൽ സൗണ്ട് കേട്ട്, ഞാൻ എന്തെങ്കിലും ആണോ എന്തോ ഒന്നും അറിഞ്ഞൂടാ. നമ്മൾ നൈസിനിവിടെ നിന്ന് വിടുകയാണ് കേട്ടോ. കാരണം നമ്മൾ ആമലേക്ക് പോകുന്നത് മൊത്തം തേക്കലിന് സൈഡിലൂടെ ആയതുകൊണ്ട് അത് വേനൽ സമയമാണ്. അപ്പോൾ ഈ ആന അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംഭവം വഴിയുടെ സൈഡിലിറങ്ങി നിൽക്കും. പിന്നെ അതുപോലെ വഴീൻ്റെ സൈഡിലാണ് നമ്മുടെ ഡാമിൻ്റെ റിസർവോയറും കൂടെ പോണതുകൊണ്ട് എല്ലാം അങ്ങോട്ടേക്ക് ഇറങ്ങി നിൽക്കാനേ സാധ്യതയുള്ളൂ. നമ്മൾ നോക്കിയും കണ്ടും വേണം പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ വഴി കൂടെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ മൊത്തം ആനപ്പിണ്ടങ്ങളാണ്. പുതിയ പിണ്ടങ്ങളല്ല, പഴയ ആനപ്പിണ്ടങ്ങളാണ്. അപ്പോൾ അതാ കുറച്ച് ദൂരം നല്ല നിരപ്പുണ്ട് കേട്ടോ ആമലയിലേക്ക് പോകുന്ന റോഡ്. ഇപ്പോൾ കണ്ട ഇടത്തെ സൈഡിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ആ വളവിൽ എന്തെങ്കിലും വന്ന് നിന്നാൽ തന്നെ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ള് വള്ളിയും കാടും, തണുത്ത കാട്, മൊത്തം തണുത്ത കാട് തന്നെയാണ് പോണ വഴിയൊക്കെ. അപ്പോൾ നമ്മൾ എത്ര ദൂരം എത്തി, അതുപോലെ എത്ര ദൂരം ഇനി ആമലയിലേക്കുണ്ട് ഒന്നൊന്നും കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. നമ്മളൊരു ഉദ്ദേശം വെച്ച് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഫുള്ള് നിബിഡമായിട്ടുള്ള വനം എന്ന് പറയുന്നില്ല, ഈ നിത്യഹരിത വനം, അങ്ങനത്തെ വനമാണ്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിമിതികളുണ്ട് ഇങ്ങനെയുള്ള വനത്തിനകത്ത്. നമ്മൾ മറ്റുള്ള വനങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകും പോലെയൊന്നുമല്ല നിബിഡ വനങ്ങൾ. നിബിഡ വനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലും ഒക്കെ ഇങ്ങനത്തെ ഉള്ള വനത്തിലാണ് കേട്ടോ. അപ്പോൾ അത് അടുത്ത തോട്ടിലെത്തി കേട്ടോ. ഇതിപ്പോൾ എത്രാമത്തെയാണ്? 10ാമത്തെ തോട്ടിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഒടുക്കത്തെ കാഴ്ചയാണ്. ഇതാ പോണ വണ്ടി കയറ്റം വെച്ചാൽ ഒടുക്കത്തെ കയറ്റം. അവിടെ ഈ മിക്ക നമ്മൾ പോകുന്ന സൈഡിലും ഈ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മളങ്ങ് എത്തുമ്പോൾ നല്ല സമയമാവും. നമ്മളങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള്
പോകുന്ന വഴിയാണ്. കോട്ടൂരിൽ നിന്ന് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ 3/4 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെത്താം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ അത്രയും സമയമല്ല, അതിന് കൂടുതൽ സമയം വേണ്ടി വരും. നല്ല എണ്ണ ചിലവാകും ആമലയിലേക്ക് പോകണമെങ്കിൽ. ബൈക്കിന് അത്യാവശ്യം നല്ല പെട്രോൾ വേണം, അല്ലാതെ ഒരു കളിയും നടക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത തോട് കേട്ടോ, വേണ്ട ഒരു പുഴയാണ്, അതും റോഡിലൂടെ തന്നെയാണ് കേട്ടോ ഒഴുകുന്നത്. അടുത്ത തോട് 11ാമത്തെ കേട്ടോ. ഇപ്പോൾ 11ആയി. 11 തോടെണ്ണി. സെൻറ്ററിൽ പോണതുകൊണ്ട് മറ്റ് വണ്ടികളിലൊക്കെ പോണത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എണ്ണയുടെ അല്ലെങ്കിൽ എണ്ണ അടിക്കുന്ന പൈസയുടെ കുറച്ച് കുറവുണ്ടാവും. മറ്റുള്ള വണ്ടികളിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ല പെട്രോൾ വേണം. ഞാൻ സ്പ്ലെൻഡറിൽ 200 രൂപയ്ക്കൊക്കെ എണ്ണ അടിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 തവണയൊക്കെ കോട്ടൂരിൽ നിന്ന് വീട് വരെ പോകും, തിരിച്ചു വരും. അങ്ങനെ ഒരു 4-5 തവണ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു മോഡൽ സ്പ്ലെൻഡറാണ്, സ്പ്ലെൻഡർ i3s. ഈ മോഡൽ സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഈ ഒരു മോഡൽ. ബാക്കി വണ്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഡിസ്കവറിന് പോലും ഇത്ര മൈലേജ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് മൈലേജിൻ്റെ ഉസ്താദാണ്. മൈലേജിൻ്റെ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊക്കി വയ്ക്കും കേട്ടോ. ചിലപ്പോൾ വഴിയിലാവുകയാണെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ആമല ഊരിലുള്ളവരൊക്കെ കോട്ടൂരിലൊക്കെ നടന്ന് വരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം കിലോമീറ്റർ ദൂരെ കാൽനടയായിട്ട് യാത്ര ചെയ്യണം അവർക്ക് കോട്ടൂരിലേക്ക് എത്താനായിട്ട്. നമ്മൾ കോട്ടൂർ വരുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്തൂടെ ഇടക്കൂടെ മറ്റേ കാട് വഴിയാണ്, ഷോർട്ട് കട്ട് വഴി, അതിൽ കൂടെ വരും. എന്നാലും ഒറ്റയ്ക്കൊക്കെ ആമലയിലോട്ട് പോകണത്, ഇത്രയും നമ്മൾ ദൂരം വന്നിട്ട് ആമലയിൽ എവിടെ എത്തിയില്ലല്ലോ. 11 തോട് കഴിഞ്ഞിട്ടും ആമല എത്തിയില്ല. അപ്പം ഒറ്റയ്ക്കൊക്കെ ആമല വരാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ആമലയിലേക്ക് വരെ. അപ്പുറത്ത് കാണുന്ന ഈ തോടുകളും ആ ഒരു പുഴകളൊക്കെ അത്യാവശ്യം വെള്ളം കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ആമലയിലേക്ക് വരാനും പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ റോഡുകളൊക്കെ ആ ഒരു സമയത്ത് കുളമാവും. പിന്നെ അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ മഴ സമയം അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന് നിൽക്കും വഴിയരികിലും നമ്മൾ പോകുന്ന റോഡിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ മഴ സമയത്ത് ആമലയിലേക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തേരി ഗട്ടർ വേറെ ഒരു വിഷയമില്ല. യാത്രകൾക്കൊക്കെ റോഡ് അടിപൊളിയാണ്. പക്ഷേ ആമല ഊരിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ 12 കിലോമീറ്ററും പോയിട്ട് പിന്നെ ഒരു 6 കിലോമീറ്ററും കൂടെ പോയാലേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എത്തുകയുള്ളൂ കുറ്റിച്ചൽ. ഈ ആമല ഊരിലൊരു നല്ലൊരു റോഡില്ല. കണ്ടോ നമ്മുടെ സുഹൃത്തുക്കൾ, കണ്ടോ നല്ലൊരു റോഡില്ല. അതുപോലെ തന്നെ പ്രാഥമിക ആശുപത്രികളോ ഒന്നുമില്ല. അപ്പം എന്തെങ്കിലും ഒരു അസുഖം ആമല ഊരിലുള്ള ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററോളം താണ്ടണം ആശുപത്രിയിലെത്താൻ വേണ്ടി. ഇതാ ഇവിടെ കണ്ട ഈ കാണുന്നത് അടുത്തൊരു പുഴയാണ് കേട്ടോ. ഈ കാണുന്നത് ഇതാ ഈ മുകളിൽ കാണുന്നത്. അപ്പം എത്രയായി? 12ആയി കേട്ടോ. 12 തോടുകളായി നമ്മൾ എണ്ണണത്. മൊത്തത്തിൽ ഇപ്പോഴെണ്ണ ചെയ്തും കൂടി 12ാമത്തെ തോട് കേട്ടോ. നമ്മൾ തോടുകളാണ് ഇപ്പം മെയിനായിട്ട് എണ്ണണത്. തോടുകളെന്ന് വെച്ചാൽ ഒരുപാട് തോടുകളും പുഴകളും. 12ാമത്തെ തോട് നമ്മൾ എണ്ണി എത്ത സ്ഥലം. ദൈവമേ, പാട് തന്നെ കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കുന്ന ഓരോ ഗട്ടർ, ഓരോ കല്ല്. ഇതിപ്പോൾ മിക്കവാറില്ല അങ്ങ് പോയി കിടക്കണമെന്നോ. അതാ മച്ചി. ഇതാ അടുത്ത തോട്. ഇതാ 14ാമത്തെ തോട് കണ്ടോ. ആ തോടും കഴിഞ്ഞ്. എന്തൊരു തോടുകളുണ്ട് ബഹളം അവിടെ. നമ്മൾ ഒരു കാട്ടിലെത്തി, ഒരുപാട് ഉൾക്കാട്ടിലെത്തി കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ 2 വഴി കിടക്കണം. ആമല പോണത് അതാവാനാണ് സാധ്യത. ആമല പോണത് കൊണ്ട് ഇതിനി എങ്ങോട്ട് പോകണ വഴിയെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം എനിക്ക് തോന്നണത്, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ആമല പോണത് ഇതെന്നാണ് തോന്നുന്നത്. വേണ്ട നമ്മൾ പോണ വഴി തന്നെ വേണ്ട ജീപ്പിൻ്റെ റൂട്ട് കിടക്കുന്നുണ്ട. ജീപ്പിൻ്റെ റൂട്ട് എണ്ണേ അതിലധികം ഉണ്ടാ? എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇതെനിക്ക് തോന്നണം ഒന്നെങ്കിൽ കൊമ്പയിൽ പോണതായിരിക്കും, അല്ലെങ്കിൽ 1000 കാലി പോണതായിരിക്കും ഈ റോഡ്. ഇതിലെയാണ് ജീപ്പ് കൂടുതൽ പോയിരിക്കുന്നത്. കണ്ട ഈ റോഡ് കണ്ട ആമലത്തെ സ്കൂൾ വണ്ടിയെ കണ്ട, അതിൽ കുറവല്ലേ, അതിലിപ്പോൾ ഒരു ബൈക്ക് മാത്രമേ പോയിട്ടുള്ളൂ ഇന്ന്. കണ്ട ശ്രദ്ധിച്ചാ? കണ്ട അത് കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ആ ഒരു റോട്ടിൽ ഇന്നൊരു ബൈക്ക് മാത്രമായിട്ടാണ് പോയതായിട്ട് കാണാൻ സാധിച്ചത്. പക്ഷേ ജീപ്പ് പോയിരിക്കുന്നത് ഈ വഴിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ആമല റൂട്ടിൽ നിന്നാണ് എൻ്റെ ഒരു 100% ഉറപ്പ് ഞാൻ പറയണത്. ഇതാണ് 100 അല്ല, ഒരു 90% പറയുന്നു.
കാരണം ഇതിലാണ് ജീപ്പ് പോയിരിക്കുന്നതായിട്ടുള്ളൊരു ഇത് കണ്ടത്. അതിലധികം പോയൊരിതൊന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് നേരെ ഈ വഴി കൂടെ തന്നെ പോകാം. അപ്പം 3 ഊരുകളുണ്ട്. ഒന്ന് ആയിരംകാലുണ്ട്, ആമലയുണ്ട്, പിന്നെ കൊമ്പയുണ്ട്. ഇത് 3ഉം ഈ നമ്മൾ പോകുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. പക്ഷേ ഏതാണ് കറക്റ്റ് വഴിയെന്ന് അറിയത്തില്ല. വനത്തിനുള്ളിലൂടെയുള്ള വഴിയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇത് കാട്ടിനുള്ളിലൂടെ കിടക്കുന്ന വഴിയായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ആകെ പെട്ടതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വഴി തന്നെ പോകാമല്ലേ, മുമ്പൊക്കെ കാണണം. നമുക്ക് എന്തായാലും ഈ മുമ്പേ കാണുന്ന ഈ വഴിയിലൂടെ തന്നെ പോകാം. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് ആമലയാണോ ആയിരംകാലാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ആമല ആകാനാണ് സാധ്യത. ആമല തന്നെ കേട്ടോ. ട്രാൻസ്ഫോമർ ഇരിക്കണം. ആമല തന്നെ. കയറി നോക്കിയാണ് എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ വഴി കണ്ട അവിടെ നിന്ന് നമ്മൾ കണ്ട വഴി തന്നെയാണ് കേട്ടോ ആമല. കൂടുതൽ വണ്ടികൾ വന്നിരിക്കുന്ന വഴി തന്നെയാണ് ആമല. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ട്രാൻസ്ഫോമറാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ മരത്തിൽ നമ്മൾക്ക് ഒരു സൂചനയായിട്ട് വഴിയുടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്ട ആ മരത്തിൽ 1000 കാൽ, നമ്മുടെ 1000 കാൽ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്നത് ഈ കാണുന്ന റോഡിലൂടെയാണ്. കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1000 കാലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മരത്തിൽ ആമലയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജെണ്ടയൊക്കെ ഇട്ട് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളും ഉണ്ട്. അപ്പം കമ്മ്യൂണിറ്റി ഹാളൊന്ന് നോക്കിയപ്പം നമുക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ആമല സെറ്റിൽമെൻ്റ് എന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇതാര് ബഹു കേന്ദ്രമന്ത്രി അത്ര ചെയ്തിട്ടുള്ളത് കേട്ടോ. എ കെ ആൻ്റണിയുടെ പദ്ധതി പ്രകാരം ചെയ്തതാണ് ഈ കാണുന്ന എന്തോ കമ്മ്യൂണിറ്റി ഹാള്. 5 ലക്ഷം രൂപയ്ക്ക്, അന്നത്തെ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്തതാണ്. ആമലയിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ആമലയിലെ ഊരിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ആമല ജംഗ്ഷൻ, ആമലയുടെ പൊതു കെട്ടിടമൊക്കെ ഇരിക്കുന്ന ഒരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് 3 റോഡുകൾ, 1000 കാല് റോഡ്, കോട്ടൂർ റോഡ്, പിന്നെ ആമല ഊരിലേക്കുള്ള റോഡ്. അപ്പോൾ എന്തായാലും ഇനി ആമല ഊരിലേക്ക് പോകുന്ന അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം നമ്മുടെ സുഹൃത്തുക്കളെ. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളമായി നമ്മൾ കാട്ടിനുള്ളിലൂടെ ഇങ്ങനെ ബൈക്ക് യാത്ര ചെയ്ത്. നമ്മൾ അവിടെ നിന്നൊരു വഴി കണ്ടപ്പോൾ ഡൗട്ട് അടിച്ച് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുമെന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ആമല എത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആമല ഊരിലെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാനായിട്ടാണ് പോകുന്നത്. അപ്പം മുമ്പിൽ കാണുന്ന റോഡിലൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് 1000 കാലിലേക്ക് പോകാൻ പറ്റും. 1000 കാല് ഊരിലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മുന്നേക്ക് കാണുന്ന റോഡിലൂടെ പോയിക്കഴിഞ്ഞാൽ ആമല ഊരിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആമല എത്തി. ഇപ്പോൾ ഇത്രയും ദൂരം നമ്മൾ കാട്ടിനുള്ളിലൂടെ ഏകദേശം ഒരു 14 കുഞ്ഞു തോടുകൾ കയറി വന്നപ്പോൾ ആമല എത്തി. അപ്പോൾ ഇനി ആമല ഊരിലെ വിശേഷങ്ങൾ കാണാൻ പോകാം. 1000 കാലിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞു പുഴയുണ്ട്. ഇത് ആമലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നൊരു പുഴയാണ്. ആമല ഊരിലൂടെയൊക്കെ ഇങ്ങനെ വരുന്നൊരു പുഴയാണ്. ഇവിടെ നിന്നൊരു കുഞ്ഞു തോട്, പിന്നെ ഇത് അവിടെ നിന്നൊരു തോട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇവിടെ നിന്ന് താഴേക്കാണ് ഈ ഒരു പുഴ പോകുന്നത്. അപ്പോൾ നമ്മളെ ആമലയിൽ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കോട്ടൂരിൽ നിന്ന് കഴിക്കാൻ വേണ്ടി സാധനം മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ആമല വരാത്തതുകൊണ്ട് തന്നെ നമുക്കറിയത്തില്ല കൃത്യമായിട്ട് എവിടെയാണ് ആമല എത്താറായോ ഇല്ലയെന്ന് കറക്റ്റ് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും ആമല നമ്മൾ ഊരിൻ്റെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ഇതാണ്ട് പുറകിൽ ഒരു അടിപൊളി പുഴയുണ്ട്. അപ്പോൾ നമ്മളിതായി ഒരു പുഴയ്ക്ക് സൈഡിൽ ഇരുന്നിട്ട് നമ്മളെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ എന്തായാലും ഇനി കഴിച്ചിട്ട് നമ്മളിനി അടുത്ത് ആമലയിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് ഇതാണ്ട 8 ദോശ മേടിച്ച്, പിന്നെ ആംപ്ലേറ്റ്, പിന്നെ ചമ്മന്തി എടുത്ത് വീതിക്കുക. ഇത്രയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നത് കഴിക്കാനായിട്ട്. ഇതിന് കഴിച്ചിട്ട് ശേഷമേ നമുക്കിനി ആമലയിലേക്ക് പോക്ക് നടക്കുകയുള്ളൂ. വേറൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോഴും അവിടെ കുറച്ച് ദോശ കിടക്കണുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിൽ പരിപാടിക്ക് പോയപ്പോൾ കച്ചുപിടിക്കുക അത് കുറച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് പൈസ ലാഭിക്കുമായിരുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, മൊത്തത്തിൽ വീട്ടിക്കുക. ഇത് പോവാതെ വെളിയിൽ പോവാതെ അതിന് വെച്ചോ വെളിയിൽ പോകണം. കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ദോശയും ഓംപ്ലേറ്റും പിന്നെ ചമ്മന്തിയും ഇത്രയും നമ്മൾ മേടിച്ചിട്ടുള്ളൂ. നമ്മളിത് ആമലയിൽ ആ പുഴയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ കാണാനായിട്ട്. കാണിച്ചു തരാം, ഇവിടെ അടിപൊളിയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇതിലേ വന്നു കഴിഞ്ഞാൽ വേണ്ട, ഇതൊരു പാലം പോലെയാണ്, കല്ലടുക്കാണ്. കല്ലടുക്കിൻ്റെ മുകളിലൂടെയാണ് വണ്ടി പോകുന്നത് 1000 കാലിലേക്ക്. നമ്മളിവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ആമല ഊര് കാണാനാണ് പോകുന്നത്. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വണ്ടിയുടെ അടുത്ത് വന്ന് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇനി ഈ കാണുന്ന റോട്ടിലൂടെയാണ് നമുക്ക്
ആമലയിലേക്ക് പോകേണ്ടതാണ്. അവിടെ നിന്ന് വലത്തേ സൈഡ് ഒരു വഴിയുണ്ട് കേട്ടോ, അതിലേ പോയി കഴിഞ്ഞാൽ താഴെ ആമലയാണ്. അപ്പോൾ ഇത് മേലെ ആമല എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിലേക്കാണ് ഈ ഒരു റോഡ് പോകുന്നത് കേട്ടോ. അപ്പം അത്യാവശ്യം കട്ടറുണ്ട് കേട്ടോ വഴികളെ. അപ്പോൾ നമുക്ക് ആദ്യം മേലെ ആമല പോകാം. മേലെ ആമല പോയിട്ട് അവിടുത്തെ ഊരുകളുടെ വീടൊക്കെ കാണാം. എന്നിട്ട് നമുക്ക് അടുത്ത് താഴെ ആമലയിലേക്ക് വരാം. ഒടുക്കത്തെ കട്ടറും റോഡൊക്കെ മച്ചി വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ മേലെ ആമലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ, ആമല ഊരിൽ ജംഗ്ഷൻ അവിടെയാണെങ്കിൽ തന്നെ ഊരിലേക്ക് പോകാൻ അത്യാവശ്യം ദൂരമുണ്ട്. അതുപോലെ തന്നെ ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഊര് വരെ വരണമെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരുപാട് വന്യമൃഗങ്ങളെ പേടിച്ചിട്ടൊക്കെ വേണം നമ്മൾ ഈ ഒരു റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട്. ഞാൻ ഒരു ദിവസം ഇപ്പോൾ ആമല ഊരിൽ മൊബൈൽ ടവറിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ മച്ചി വർക്ക് നടത്തിയനെ മൊബൈൽ ടവറിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വണ്ടികളൊക്കെ ആമല ഊരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാണുന്ന വഴികളൊക്കെ ഇത്ര മോശമായിട്ട് ഇപ്പോൾ കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വന്ന ആ ഒരു പരുവത്തിന് തന്നെ വഴി കിടക്കുമായിരുന്നു. മൊബൈൽ ടവറിൻ്റെ ഒരു ഇതുകൊണ്ടാണ് മൊബൈൽ ടവർ വരുന്നത്. എന്തായാലും ഉപയോഗമാണ്. പക്ഷേ വഴികളൊക്കെ മോശമായിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മഴ സമയത്തൊക്കെയാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ ലോഡ് കൊണ്ടുവരില്ല, കമ്പിയും ടവർ പണിയുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ നമ്മളിതാ ആമല സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ആമല ട്രൈബൽ ഊരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആമല കണ്ട ഇതാണ് മൊബൈൽ ടവർ. അപ്പോൾ നമ്മൾ താഴെ വന്നപ്പോഴൊന്നും റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ BSNL റേഞ്ച് ഉണ്ട്, ടവർ ഓണാക്കി എന്നാണ് തോന്നുന്നത്. അപ്പം ആമല ഊരിലും അങ്ങനെ നെറ്റ്വർക്കിൻ്റെ സംവിധാനങ്ങളും കറണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ആമലയിലെ ഒരു പൂജ വയ്ക്കുന്ന സ്ഥലമാണ്, ഒരു കൊടിക്കളമാണ്. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് അവരിങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. കാരണം അതിനകത്തേക്ക് വേറെ ആരും അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ ഒരു കൊടിക്കളമാണ്. അപ്പം ആമല ഊരിൽ നമ്മൾ എത്തിയപ്പോൾ ഇതെല്ലാം ഇവിടെ തൊട്ടെല്ലാം അവരുടെ കൃഷിവിളകളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ആമല ഊരിലേക്ക് പോയിട്ട് അവിടുത്തെ പ്രധാന കൃഷികൾ എന്തൊക്കെയാണ്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് ആമല ഊരിൽ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇത് ആമലയുള്ള ഒരു പയ്യൻ്റെ ഡ്യൂക്കാണ് കേട്ടോ. ശരി ശരി പോട്ടെ. ആമലയിലെ രാമൻ്റെ ഡ്യൂക്കും കൊണ്ട് രാമൻ പോവുകയാണ്. ആമല ഊരിൽ നിന്നും കാണുന്ന കാഴ്ചകളാണ് ഇത്. അങ്ങോട്ടൊക്കെ നല്ല മലനിരകളാണ് കേട്ടോ, വലിയ പാറാക്കെട്ടും അങ്ങനത്തെ മലനിരകളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. ഇപ്പം നമ്മുടെ ഡ്യൂക്ക് വണ്ടിയിൽ പോയ ആ ഒരു പയ്യൻ്റെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. അവരാ ടെറസ് വീട്, അതിന് പിറകിലുള്ളൊരു കുഞ്ഞു വീടാണ് ഈ കാണുന്ന വീട്. ഇത് കണ്ട ഈറ കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്ന വീടെന്ന് പറയുന്നത്. കണ്ട ഇത് ഈറ മേഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടാണ്. അപ്പോൾ ഇതാണ് ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത്. എടാ അതല്ലടാ താണ്ടറിയിക്കണം, അടുത്ത് വരണം. വന്നപ്പം നമ്മുടെ ഗൈഡ് മോശം നടത്തിയിരിക്കുകയാണ്. എന്താ പറയുക നോക്കട്ടെ.
പുളി ഓറഞ്ച് അല്ലേ? പുളി ഓറഞ്ച്. ഈ കാണുന്നത് ആമലയിലെ ഒരു വീടാണ് കേട്ടോ. ഇത് നമ്മുടെ ആ ഒരു ഡ്യൂക്കിൽ പോയ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിറകിൽ ഒരുപാട് മലയൊക്കെ കാണാൻ പറ്റും. അത് നമ്മുടെ പെട്ടുകല്ലാണ്. അപ്പോൾ ഇതിലേ കൂടെ കാട്ടിനുള്ളിലൂടെ നമുക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഇത് റോഡ് മാർഗം പോകാൻ ഒരുപാട് ദൂരവുമാണ്. അപ്പം ഇതിലേ കൂടെ നമുക്ക് ഈ ഒരു മലയ്ക്ക് പിറകിലായിട്ട് വരും നമ്മുടെ കൊത്തോട് ഊരൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലേ പോകാൻ എളുപ്പമാണ്. കോട്ടൂരിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ കൂടെയാണ് നമ്മൾ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി അടുത്ത വീടിൻ്റെ ഭാഗങ്ങളും അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരും. ഒരു ഭാഗത്താണ് ഇപ്പം നമ്മൾ ആ ഒരു പയ്യൻ്റെ വീട് കണ്ടത്. അപ്പം എന്താ ഇവിടെ നിന്നാണ് നമ്മൾ കോട്ടൂരിലേക്കൊക്കെ പോകുന്നതും. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അതാ ഭയങ്കര മൃഗശല്യം ആയത് കാരണം തന്നെ ഇതാ ഇവിടെ കണ്ട വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. പന്നി ഈ കൃഷിവിളകളൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. കണ്ട വേലി കെട്ടി വെച്ചതിന് ശേഷം അതിനകത്താണ് ഇതാ കണ്ട മരിച്ചിനി അതൊക്കെ നട്ടിരിക്കുന്നത്. കപ്പ കിഴങ്ങുണ്ടല്ലോ, നമ്മുടെ കപ്പ നട്ടിരിക്കുന്നത് കാണിച്ചിട്ട് ഇവിടെ എങ്ങനെയാണ് കൃഷിവിളകളൊക്കെ ഇങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര മൃഗശല്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അവർ ഒരു ഈറ കൊണ്ട് തന്നെയാണ്, ഈറ ഷെഡിൽ സീറ്റ് അടിക്കേണ്ട മെഷീനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈറ ഷെഡിലാണ് അതും റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആമല ഊരുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ആമലയും അതുപോലുള്ള നമ്മുടെ നാട്ടിലെ ഊരുകളുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആമല ഊരിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് റബ്ബർ, പിന്നെ കവുങ്ങ്, പിന്നെ ഉള്ളത് കപ്പയുണ്ട്, പിന്നെ കുരുമുളക്, അതുപോലെ ഇങ്ങനത്തെ കൃഷികളൊക്കെയാണ് ആമലയിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഗ്രാമ്പുണ്ട്, പിന്നെ കുഞ്ഞ് തെങ്ങിൻ്റെ കൃഷികളൊക്കെ, ഇങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ മരിച്ചിനി അതുപോലുള്ള എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ പ്രധാനമായിട്ടും നല്ല വേലികൾ വേണം. നല്ല വേലികളുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ കൃഷിയിൽ നിന്നുള്ള എന്തെങ്കിലും നമുക്കെടുത്ത് കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലോ, അതായത് ഒരു കമ്പുകളൊക്കെ കൊണ്ടിട്ടാണ് ഇവിടെ വേലിയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം പന്നി ശല്യം, കാട്ടുപോത്ത് ശല്യം, ആനശല്യം ഒക്കെയുണ്ട് ഈ ഒരു ഊരിൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഈ കാണുന്നത് ആമലയിലെ ഒരു കൃഷിവിളയാണ് കേട്ടോ. അപ്പോൾ റബ്ബറാണ് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത്. നമുക്കിനി മുകളിലോട്ട് പോയി നോക്കാം എന്തൊക്കെ കൃഷികളൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം മേലെ ആമലയിൽ ഏകദേശം 7 വീടുകളുണ്ടെന്നാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചത്. താഴെയൊക്കെ അത്യാവശ്യം വീടുകളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചിങ്ങ് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കുറച്ച് പാറാക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങ് കുറച്ചിങ്ങ് മുകളിൽ കയറി വന്നത്. കാണുന്നത് കുരുമുളകാണ്, പിന്നെ അതുപോലെ പറങ്കിമാവുണ്ട്, റബ്ബറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കൃഷികളെന്ന് പറയുന്നത്. ഇത് ആമലയിലേക്ക് ഏറ്റവും ലാസ്റ്റ് ഉള്ള വീടുകളാണ്. ആമലയിൽ ലാസ്റ്റുള്ള 2-3 വീടുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊന്നും വണ്ടിയൊന്നും വരത്തില്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയ വീടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഒരു ചെറിയ വീടാണ്. ഒരു വീട്ടിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ്. കൂട ഉണ്ടല്ലോ, കൂട, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ കൂടയാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്ന ഒരു ഈ തൊട്ടിയൊക്കെ ഉണ്ടല്ലോ, തൊട്ടിക്കൊക്കെ പകരം ഈ റബ്ബറിൻ്റെ സീറ്റിൻ്റെ ഈ ഒട്ടുകാറ ഉണ്ടല്ലോ, ഒട്ടുപാൽ, അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ സംഭവം. പിന്നെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൂട ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ചൂരലുണ്ടല്ലോ, ചൂരലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ. ഈ കാണുന്നത് ഒരു വീടാണ് കേട്ടോ. ഇത് മുകളിൽ നമ്മുടെ നമ്മുടെ റൂഫിങ്ങുള്ള ഷീറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മതിലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മുളയുണ്ടല്ലോ, മുളേനെയാണ് വെട്ടി ഇതുപോലെ ഷേപ്പാക്കി എടുത്തിരിക്കുന്നത് കണ്ടോ. മുള ഇങ്ങനെ വെട്ടി ഷേപ്പാക്കി. അപ്പോൾ ഇത് പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പണ്ട് കാലം മുതലേ വീടുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഈ മുടയൊക്കെ റെഡിയാക്കുന്നത്. നമ്മൾ മുടയെന്നാണ് പറയുന്നത് ഇതിനെ. നമ്മൾ വീടിൻ്റെ മതിൽ അതിനുവേണ്ടി ശരിയാക്കുന്നതാണ് ഇത് ഇങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ അവസാനത്തെ വീടുണ്ടല്ലോ, മേലെ ആമലയിലെ അവസാനത്തെ വീട്ടിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ റോഡ് നമ്മൾ ബൈക്കൊന്നും ഓടിച്ച് നമുക്ക് വരാൻ വേണ്ടി പറ്റത്തില്ല, അത്രയ്ക്കും മോശമായി കിടക്കുന്ന ഒരു റോഡാണ് ഇതാ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത്. നമ്മൾ ഒരു വീട്ടിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊന്നും വിശപ്പൊന്നുമില്ല. വിശപ്പിന്റെ കാര്യം അതിപ്പം നമുക്കിപ്പോൾ അറിയാമല്ലോ. ഇപ്പം എന്നെ അങ്ങോട്ടൊക്കെ മരത്തിന് കാണുമായിരിക്കും. ഇവൻ കൈതോട്ടല്ലേ വേണ്ടത്. അവിടെ ഞാൻ തിരക്കി വരും. അക്കരയൊന്നും വരണമൊന്നുമില്ല. പറഞ്ഞ ആളിനൊക്കെ എനിക്കറിയാം, എനിക്കറിയുകയൊക്കെ ചെയ്യാം. പിന്നെ കൊച്ചിനെ ഇവനെ അറിഞ്ഞൂടാ, കണ്ട് കാണും. അപ്പോൾ ഇത്രയും ഉൾക്കാട്ടിൽ വരെ വാർപ്പ് വീട് കണ്ടല്ലോടാ.
പിന്നല്ല അത് പണ്ട് എനിക്ക് അങ്ങനെ ഈ റോഡേ റെഡിയായി കിടന്നു മുമ്പ്. അന്ന് വന്നപ്പോൾ ഇത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പം വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആമലയിൽ മിക്ക വീട്ടിലും കയറിയിരിക്കുകയാണ്. ഇപ്പം നമ്മളെ കുറച്ച് പയ്യന്മാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതിൽ ഒരു പയ്യൻ്റെ വീട്, നേരത്തെ ബൈക്കിൽ പോയ ഒരു പയ്യൻ്റെ വീടാണ് ഇവിടെയെന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ അമ്മൂമ്മയും ഒക്കെ താമസിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അവിടെയും പോയിട്ട് ഇനിയിപ്പം തിരിച്ച് നേരെ ഇനി താഴേക്കാണ് പോണത്. അപ്പം അവിടെ പോയപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും നമ്മളെ ഓൾറെഡി അല്ലെങ്കിൽ മുമ്പേ ഇവിടെയുള്ള ഇവർക്ക് നമ്മളറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഹാരമൊക്കെ തന്നു. അതെല്ലാം പുറത്തുനിന്ന് ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ളവർ എല്ലാവർക്കും ഷെയർ ചെയ്യും. അപ്പോൾ അതാണ് നമ്മളിവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഊരിലുള്ളവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. അത് ഒരു ദാഹിച്ച വെള്ളം പോലും തരാതെ ആരെയും വിടില്ല, അങ്ങനെയാണ്. അപ്പം നമ്മളങ്ങനെ ഏറ്റവും ടോപ്പ് എന്ന് പറയാം, നമ്മുടെ ആമല ഊരിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ ആദ്യം റോഡ് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് റോഡൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിരുന്ന ആ ഒരു സമയത്താണ് മുകളിൽ ആ വീടുകളൊക്കെ വെച്ചത് കേട്ടോ. എന്നാൽ ഇത്ര ഉൾക്കാട്ടിൽ ഇത്ര 10-14 കിലോമീറ്റർ വനത്തിനുള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് വീടൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഇനി നമുക്കിനി താഴേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. വെറും കട്ടറാണ്, റോട്ടിൽ ഭയങ്കര കട്ടറായിട്ട് കിടക്കുകയാണ്. ഇതിലൂടെ വണ്ടിയൊക്കെ പോകാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ബൈക്ക് ഒന്നും പോകില്ല, അത്രയും കട്ടറാണ്. ബൈക്കൊക്കെ പോവും, പക്ഷേ വണ്ടിയൊക്കെ പെട്ടെന്ന് പണിയാവും. ലോറിയായ എന്തൊരു വണ്ടിയായാലും പെട്ടെന്ന് കയറി പോകത്തില്ല, പതിയെ കയറി പോകുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് ഈ കാണുന്ന റോഡുകളെല്ലാം. ഒരു പ്ലാവിൻ്റെ വണ്ണം കണ്ട, നീ ഒന്ന് ആ പ്ലാവിൻ്റെ അവിടെ പോയി നിന്നാണ്ടോ. ഒരു പ്ലാവിൻ്റെ വണ്ണം കണ്ട, ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആൾക്കാർ താമസിച്ചപ്പോൾ നട്ടായിരിക്കും അല്ലേ, വർഷങ്ങൾക്ക് മുമ്പ്. എന്ത് വണ്ണമുള്ള ഒരു പ്ലാവ് കണ്ട അല്ലേ. ഇതിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് താഴെയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം ആമലയിലെ കൃഷിവിളകളാണ്. അതുപോലെ ഇത് ആ കാണുന്നുണ്ട് ഒരു നീല ടാർപ്പ, അതൊക്കെ കാവൽ മാടങ്ങളാണ്. അപ്പോൾ ഈറ കൊണ്ടിട്ട് മേഞ്ഞിട്ടുള്ള കാവൽ മാടകളൊന്നുമില്ല, നമ്മൾ പിറകിൽ കണ്ടിട്ടുള്ള ആ ഒരു കുഞ്ഞ് കാവൽ മാടമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഹാൾ കണ്ട അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. വെള്ള കാണുന്ന ഭാഗത്ത് കണ്ടോ, അവിടെ നമുക്ക് അഗസ്ത്യകൂടം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്താ ഒരുപാട് ഇങ്ങനെ ഏരിയ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ആ താഴെ കണ്ടോ, അവിടെയാണ് നമ്മുടെ ടവർ പണിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം ഇവിടുത്തെ തൊഴിലുറപ്പ് വിളയും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആമലയിലെ കാഴ്ചകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, അവിടെയും ഒരു പാറാക്കെട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടി ഓഫാക്കിയാണ് കേട്ടോ ഇറങ്ങിപ്പോണത്. ഒരുപാട് ചെളി ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കിക്കളയാം, അതിലേ പോകണോ ഇതിലേ പോകണോ. ഈ കാട്ടിൽ കൂടെ പോയി നോക്കാം കേട്ടോ. ഇതിലെ ബൈക്ക് കൊണ്ട് ഇറക്കുന്നുണ്ട് കേട്ടോ പയ്യന്മാർ. ഇതിലേ വേണ്ട ഈ വഴി കൂടെ ന്യൂട്രലാണ്, നൈസായിട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതിൽ കയറി പോകായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് അതിൽ കയറി പോകാൻ പറ്റൂല, നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് നമ്മൾ ഇറങ്ങി വന്നു, വേറെ സീനൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കോട്ടൂരിലേക്കുള്ള യാത്രയാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. കേട്ടടാ, അടുത്ത ടാസ്ക് കോട്ടൂരിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതാ വണ്ടി നമ്മൾ ന്യൂട്രൽ ഇറങ്ങി വന്നു. നമ്മുടെ ആമല ജംഗ്ഷന് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമല ജംഗ്ഷനും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അപ്പുറത്ത് പോകാം. നമ്മൾ രാവിലെ വന്നപ്പോൾ 2 വഴികൾ കണ്ടല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ അവിടെ പോയിട്ട് കൃത്യമായിട്ട് ചോദിച്ചു. 1000 കാല് മുമ്പേ പോകുന്നതും ഇവിടെ കണ്ട ഒന്ന് ആമല പോകുന്നതുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് കൊമ്പയെന്ന് പറയും, ഒന്ന് കൊമ്പയിലോട്ട് പോകുന്ന വഴിയാണ്, തൊട്ട് താഴെ നിന്ന് ഉള്ള വഴിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊമ്പയിലേക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ല, നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം കൊമ്പൈ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രാമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഗ്രാമങ്ങളുടെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചു തരാം. ഈ വഴി കണ്ട, ഈ മുന്നിലൂടെ കിടക്കുന്ന വഴി ഇതാണ് കൊമ്പയിലേക്ക് പോകുന്ന വഴി. ഇതാ അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ് കോട്ടൂരേക്ക് പോകുന്ന വഴി. അപ്പോൾ അതാ നമ്മൾ ബൈക്ക് വെച്ചിരിക്കുന്ന ഇവിടെ നിന്ന് മുന്നോട്ട് കിടക്കുന്ന വഴിയാണ് ആമല.
ആയിരങ്കാല് എന്ന് പറയുന്ന ഊരുകളിലേക്ക് പോകുന്ന വഴി മുമ്പിലാണ്. ഇതിലെയാണ് നമ്മൾ പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ആമല എന്ന് പറയുന്ന കോട്ടൂരിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററിലധികം യാത്ര ചെയ്താലാണ് ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പം നമ്മളെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഈ ഒരു ഗ്രാമത്തിൽ വളരെ ചുരുക്കം കോൺക്രീറ്റ് വീടുകളൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ പണിയൊക്കെ തീരാതെ അങ്ങനെ കിടക്കുന്ന കുറച്ച് വീടുകളാണ്. പിന്നെ ഈറമേഞ്ഞ വീടുകൾ, അവരുടെ കൃഷിയിടങ്ങളിൽ അങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലൊക്കെ പോയ സ്ഥലം കണ്ടോ, ആ ടൈലൊക്കെ ഇട്ട വീടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടെറസ് വീട് കാണിച്ചില്ല, അപ്പോൾ അതൊക്കെ ഒരു ടൈലൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ ഒരു വീടെല്ലാം ഈ ഒരു ഉൾഗ്രാമത്തിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾ ഇങ്ങനെ പൈസ കൊടുക്കുമ്പം ശരിക്കും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള റോഡ് വരണം. റോഡ് വന്നാൽ മാത്രമാണ് ആ നാട്ടിൽ വേണ്ട കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വീടിന് വേണ്ടി ഒരു 6 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് പിന്നെ റോഡ് മാർഗം കൊണ്ടുപോകാൻ വേണ്ടി റോഡില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇത്രയും ഉൾഗ്രാമമാണ് ആമല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വഴികളൊക്കെ വളരെ ഒരു സ്ഥലം പോലും കോൺക്രീറ്റ് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫുള്ള് മോശം പിടിച്ച റോഡുകളാണ്. അപ്പം എന്തെങ്കിലും ആവശ്യത്തിന് മഴ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ റോട്ടിലൂടെയൊക്കെ ബൈക്ക് യാത്ര തന്നെ വളരെ മോശമാണ്. പിന്നെ നെറ്റ്വർക്കിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അത് BSNL ഡയറക്റ്റ് ചെയ്യുന്നതാണ്. BSNL ടവറൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അതിപ്പം 1 മാസത്തിനകത്ത് അതും പൂർത്തിയാകും, ആമല ഊരിൽ ഈ നെറ്റ്വർക്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു ഉൾഗ്രാമം അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാവരും വിചാരിക്കും നമ്മളെ കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളൊക്കെ വളരെ സെറ്റപ്പാണ്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടല്ലോ, നമ്മുടെ ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇത് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾഗ്രാമമാണ് ഈ ഒരു ആമല എന്ന് പറയുന്നത്. അപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൻ്റെ അവസ്ഥ, റോഡുകളൊന്നും കോൺക്രീറ്റ് ഇല്ലാത്ത ഈ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മറ്റ് ഉൾഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള അവസ്ഥ ഇതുപോലെയാണ്. അപ്പം ഇങ്ങനത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം. അതുപോലെ നമ്മുടെ വീഡിയോയിലൂടെയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ കണ്ട് നമ്മുടെ നാട്ടിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഊരുകളുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക്. പിന്നെ അതുമല്ല, നമ്മുടെ കോട്ടൂരിൽ ഏകദേശം 27 ഊരുകളാണുള്ളത്. അങ്ങനെ 27 ഊരിൽ നമ്മളങ്ങനെ ഒരു ഊരായ നമ്മുടെ ആമല ഊരിലും അങ്ങനെ എത്തിയിരിക്കുകയാണ്. ബാക്കി ഊരുകളുടെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഊരുകൾ തേടിയുള്ള എൻ്റെ യാത്ര, നമ്മുടെ കോട്ടൂരിലെ ഊരുകൾ തേടിയുള്ള, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ അഗസ്ത്യവനത്തിലെ ഊരുകൾ തേടിയിട്ടുള്ള യാത്ര അങ്ങനെ ഈ ഒരു എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം വേറെ കുരിശൽ ഗ്രാമപഞ്ചായത്തിലെ ഊരുകളിൽ കോട്ടൂർ അഗസ്ത്യവനത്തിലെ ഊരുകളുടെ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് അമ്പൂരിയിലേക്കായിരിക്കും ചിലപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. അമ്പൂരിയിൽ അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് വള്ളം കയറിയാണ് പല ഊരുകളിലെ ഊരുനിവാസികൾ യാത്ര ചെയ്യുന്നത്. വള്ളം മാർഗം കിലോമീറ്ററുകളോളം വെള്ളത്തിൽ യാത്ര ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് വനത്തിലേക്ക് കാൽനടയായിട്ട് യാത്ര ചെയ്തിട്ടാണ് പല ഊരുനിവാസികളും പോകുന്നത്. അപ്പം അമ്പൂരിയിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്കൊക്കെ എത്തിക്കുക. കാരണം അങ്ങനെ നിങ്ങളുടെ ഒരു ഷെയറും സപ്പോർട്ടും ഉണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു നാട്ടിന് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇവിടെ കിടക്കുന്നത് മനുഷ്യരാണ്, നമ്മുടെ നാട്ടിൻപുറത്ത് കിടക്കുന്നത് മനുഷ്യർ, എല്ലാവരും മനുഷ്യരാണ്. അപ്പം എല്ലാവർക്കും മാനുഷികമായിട്ടുള്ളൊരു പരിഗണന ഗവൺമെൻറ്റുകൾ കൊടുക്കണം. അപ്പം ഒരു നാടിൻ്റെ അടുത്ത് ഇങ്ങനെ അവഗണനയൊന്നും കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ലൊരു റോഡില്ല. അപ്പോൾ ഒരു ആശുപത്രി കേസ് വന്നാൽ തന്നെ ഇപ്പം ഈ നമ്മുടെ ആമല ഊരിലുള്ളവർ കോട്ടൂരിലേക്ക് എത്താൻ തന്നെ 1 മണിക്കൂറിലധികമാകും. അപ്പം എന്തെങ്കിലും ഒരു രോഗം വന്നൊരു രോഗിയാണെങ്കിൽ ചിലപ്പം നടുവഴിയിൽ വെച്ച് മരിക്കുന്നൊരു സാഹചര്യം വരെ ഉണ്ടാകാം. അപ്പോൾ നല്ല റോഡുണ്ടെങ്കിൽ പെട്ടെന്ന് കോട്ടൂർ വരെ എത്താം. ഇതൊന്നും പറയുന്നില്ല, ഒരു നല്ലൊരു റോഡാണ് ആമല ഊര് നിവാസികളുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 2-3 പേരടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയുമെന്ന്. ചോദിച്ചില്ലേടാ? നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് എന്തോ ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ചെറിയ മടിയായിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തന്നെ നമ്മളടുത്ത് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ നമ്മൾ കേട്ടിട്ട് അങ്ങനെ ആരും പറയാനായിട്ട് തയ്യാറായില്ല. 2-3 പേരടുത്ത് കേട്ടു, പിന്നെ നമ്മളങ്ങനെ ആരുടെടുത്തും ചോദിക്കാനും പോയില്ല. അപ്പോൾ എന്തായാലും ആമല ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു സ്ഥലത്തിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള ഊരുകളുടെ കാഴ്ചകളായിരിക്കാം. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിൽ കാണാം. എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ സുഹൃത്തുക്കളെ.